ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇപ്പം മാർക്കോ ഇറങ്ങിയിട്ടുണ്ട്. മാർക്കോ സിനിമയ്ക്ക് ഇപ്പോൾ ഹെവി റിപ്പോർട്ട്സാണ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളി മൂവിയാണ് പറഞ്ഞത്. പലരും KGF മുകളിൽ പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല, കാണാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും KGF അത്ര ഇല്ലെങ്കിലും നമുക്ക് എന്തായാലും ഒരു മലയാള സിനിമയിൽ നിന്ന് ഇങ്ങനെ ഒരു ആദ്യമായിട്ട് മൂവി വരുന്നതാണ് എല്ലാവരും കമൻറ്റും പറയുന്നത്. യൂട്യൂബിലായാലും എല്ലാത്തിലും റീൽസിലാണെങ്കിലും ഒക്കെ നല്ല അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബേഴ്സും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു യൂട്യൂബേഴ്സൊക്കെ ഒരു നല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇവിടെ ഹിറ്റാവും. കാരണം യൂട്യൂബേഴ്സ് അങ്ങനെയാണല്ലോ, ഇപ്പോൾ വ്ളോഗേഴ്സാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു അഭിപ്രായമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് തോന്നുന്നു. നമുക്കിപ്പം സെക്കൻഡ് ഹാഫിന് ശേഷമാണ് അടിപൊളിയാണെന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമയിൽ നിവിനുണ്ടോ അതൊന്നും നമ്മൾ കണ്ടാലോ അറിയുള്ളൂ, കണ്ടതൊന്നും പറയുന്നില്ല. അപ്പോൾ അതൊന്നും ഇല്ല തോന്നുന്നു, നിവിനില്ല തോന്നുന്നു, അറിയില്ല കേട്ടോ. അത് കണ്ടാലോ അറിയുള്ളൂ. അപ്പോൾ ഒക്കെ സസ്പെൻസാണ്. ഇന്നെന്തായാലും പോയി കാണണം. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഹെവി റെസ്പോൺസാണ്. ഇപ്പം എല്ലാവരും താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ എന്തായാലും സീറ്റ് പെട്ടെന്ന് തന്നെ ഫില്ലാവും. പെട്ടെന്ന് തന്നെ സീറ്റ് ഫില്ലാവും. അതുപോലെ തന്നെ ഒരു 2-3 ദിവസത്തേക്ക് വേഗം ഫില്ലാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പോകുമ്പം എന്തായാലും കുട്ടികൾ കൂട്ടാതിരിക്കുക. 18 വയസ്സിന് മുകളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. A സർട്ടിഫിക്കറ്റാണ് ഉള്ളത് ഈ ഒരു മൂവിന്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 18 വയസ്സിന് മുകളിലായിരിക്കണം പ്രായം വേണ്ടത് കേട്ടോ. പിന്നെ പോകുന്നവർ എന്തായാലും ഒരു ചെറിയ ID കാർഡൊക്കെ എടുത്തോളൂ. കാരണം എല്ലാവരും കണ്ടാൽ ചിലപ്പം പ്രായം തോന്നുന്നില്ല. നമുക്കിപ്പോൾ ഒരു 19-20 വയസ്സുണ്ടെങ്കിലും ചിലപ്പം അവർ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ID കാണിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാകും. സോ എല്ലാവരും ID പ്രൂഫ് എടുക്കാൻ നോക്കുക കേട്ടോ. ഒരു പോകുന്ന കുറച്ച് പ്രായം കുറഞ്ഞ ആൾക്കാരൊക്കെ എന്തായാലും ID പ്രൂഫ് എന്തായാലും കീപ്പ് ചെയ്യുക. ഇങ്ങനത്തെ മൂവീസിന് മുമ്പ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പിന്നെ മാക്സിമം എല്ലാവരും 4K ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ KGF അതുപോലെ തന്നെ ഇങ്ങനത്തെ മാസ് പടങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഈ ഒരു 4K അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ അങ്ങനത്തെ ബുക്ക് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. ആ ഒരു സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ 4K അടിപൊളി സ്ക്രീനായിരിക്കും. സോ എല്ലാവരും 4K ഒക്കെ ഇങ്ങനത്തെ മാസ് സിനിമകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ. അധികം ലേറ്റ് ആവണ്ട, പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ. എന്തായാലും ഹെവി റെസ്പോൺസാണ് കേട്ടോ. ഓൾ ഓവർ കേരള ആൻഡ് ഓൾ ഓവർ വേൾഡ് എന്നൊന്നും പറയാൻ പറ്റുമറിയില്ല. എന്നാലും ഓൾ ഓവർ പടം ഇറങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ ഭാഷകളിലുള്ള റിവ്യൂസും വന്നിട്ടില്ല. സോ എന്തായാലും നമുക്ക് നല്ല റിവ്യൂസ് വരുന്നു വിചാരിക്കാം. എന്തായാലും ഉണ്ണി മുകുന്ദൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഇത്. കാരണം പണ്ടുള്ള ആ ഒരു മല്ലു സിംഗിൻ്റെ ആ ഒരു സമയമല്ല ഇപ്പോൾ ഒരുപാട് പേര് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുന്നവരാണ്. ഇപ്പം വലിയ വലിയ സിനിമകൾ വരുമ്പോൾ കുടുംബമായിട്ട് പോയി കാണാൻ ശ്രമിക്കുന്നവരാണ്. ഇപ്പം മലയാളികളാണെങ്കിലും മറ്റുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാരാണെങ്കിലും നേരിട്ട് പോയിട്ട് സിനിമ കാണാൻ ശ്രമിക്കുന്നവരാണ്. ഒരിക്കലും മൊബൈലിൽ കാണാൻ ശ്രമിക്കുന്നവരല്ല. പണ്ടൊക്കെ നമുക്ക് മൊബൈലിലൊക്കെ നമ്മൾ കാണാറുണ്ടായത്. പക്ഷെ നമുക്ക് KGF ബാഹുബലിയൊക്കെ ഇറങ്ങിയതോടുകൂടി നമ്മൾ ഇങ്ങനത്തെ മാസ് സിനിമകൾ അവിടെ തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും എന്തായാലും പോയിട്ട് തന്നെ കാണും. എല്ലാവരും പോയിട്ട് കാണാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ എന്തായാലും കണ്ടിട്ട് ഇതിൻ്റെ ബാക്കി റിവ്യൂ ഞാൻ പറയുന്നുണ്ട്. എന്നാലും ഞാൻ കണ്ടിട്ടില്ല. സോ കാണാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടുള്ള എനിക്ക് അധികം പറയാനുമില്ല. കാരണം നമുക്ക് എന്താ അറിയില്ല കഥ. കണ്ടിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ കാണാൻ പോകുമ്പോൾ അതിന് മുന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നല്ല ഹെവി റെസ്പോൺസാണ്. അപ്പോൾ കണ്ടവരൊക്കെ ഇഷ്ടമായെന്നാണ് വരുന്നത്. വലിയ നെഗറ്റീവ് റിവ്യൂ ഒന്നുമില്ല. പിന്നെ വന്നാൽ ഉണ്ണി മുകുന്ദന് കുറേ ആൾക്കാർ എതിരായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സിനിമയായിട്ട് കാണാം. ഇപ്പം നമ്മൾ ഒരിക്കലും കേരളത്തിലുള്ള ആൾക്കാർ ഇതുവരെ മതം നോക്കിയിട്ടോ അല്ലെങ്കിൽ ആളുകളെ പേര് നോക്കിയിട്ടോ അല്ല സിനിമ വിജയിച്ചിട്ടുള്ളത്. പണ്ട് തൊട്ടേ മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ തന്നെ ആരായിക്കോട്ടെ, ഇപ്പം ദുൽഖറും നിവിൻ പോളി ആരായാലും നമുക്ക് മതം നോക്കിയിട്ടില്ല. നമ്മൾ അവരോട് ഇപ്പോൾ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ആളും ദുൽഖർ സൽമാനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ദുൽഖറിൻ്റെ ഫാനാണ്. അപ്പം എനിക്കൊരിക്കലും നമ്മൾ ഒരിക്കലും മതം നോക്കിയിട്ടോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ആ ഒരു ആൾക്കാരുള്ള ഇപ്പോൾ ABCD ഇറങ്ങിയ ടൈമിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ സിനിമ. പിന്നെ റിപ്പീറ്റ് അടിച്ച് കാണാൻ. പിന്നെ വിക്രമാദിത്യത്തിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ദുൽഖർ സൽമാൻ അഭിനയമാണ്. അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ മതം നോക്കി സ്നേഹിക്കുന്നവരൊന്നുമല്ല. മാക്സിമം അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉണ്ണി മുകുന്ദനായാലും അയാളെ പാർട്ടി ഏതാണെന്നൊന്നുമല്ല. അയാൾ നടനാണ്, നമ്മുടെ മലയാള നടനാണ്. അങ്ങനെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ അയാളെ പാർട്ടി നോക്കിയിട്ട് അങ്ങനെ നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും മനുഷ്യർ തന്നെയാണ്. അവരുടെ പാർട്ടി നയങ്ങൾ എന്തോ ആയിക്കോട്ടെ. അപ്പം എന്തായാലും അയാൾ പേഴ്സണലി അയാളാരോടും ക്രൂരത ചെയ്തിട്ടില്ല. അയാളെ പാർട്ടി എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മമ്മൂട്ടി ഏതാ പാർട്ടി, മമ്മൂട്ടീൻ്റെ പാർട്ടി. ഇപ്പം ദുൽഖർ ആണെങ്കിലും നമുക്ക് സിനിമയാണ് നമുക്ക് വലുത്. സിനിമയെ സപ്പോർട്ട് ചെയ്യാം.
അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം കേട്ടോ, കണ്ട് വിജയിപ്പിക്കുക. അപ്പം ഞാൻ എന്തായാലും കാണാൻ പോവാണ്, എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. സിനിമ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് എന്തായാലും ഈവനിങ് ഷോയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ട് എന്തായാലും ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതോടെ നമുക്ക് കാണണം, എല്ലാവരും കാണണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.